അതൊന്നും നടപടിയാണ് കേസല്ല. നീ പോയി സാക്ഷി അതിന്റെ പേരിൽ കോടതി വരെ നിന്നിട്ട് മട്ടി സാറേ. ഞങ്ങളുടെ കയറി കിട്ടിയിട്ടുണ്ട് സാറേ കുടുംബം കഴിയാൻ. ഞങ്ങൾക്കൊരു വിലയില്ലേ. എന്താ ഇവിടെ അല്ല അവിടെ നിൽക്കടാ, സാറ് പോരും. ചെളിയല്ലേ, അത് കഴുകിയാൽ പോവില്ലേ? ചെളി മാരി ചോരയാക്കണം. രണ്ടു തവണയായി സാറേ. എന്താ പേര്? ആന്റണി സാറേ. ആന്റണി, ഇന്നത്തെ കാലത്ത് കുറെയൊക്കെ കണ്ടില്ലെന്നടിക്കുന്നു. സാർ സാർ ആ സോമശേഖരൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലെ ഹോം നേഴ്സില്ലേ ഗിറ്റി, അവരുടെ പരാതിയാ. എന്താ എൻ്റെ പേര്? ഹരിന്നാ സാറേ. കഞ്ചാവ് MDMA? ഞാൻ ഉപയോഗിക്കാറില്ല സാറേ. ഒന്നും ഉപയോഗിക്കാറില്ലേ? ഒന്നും അടിക്കാനാണ് നിന്റെ ഈ പരിപാടികൾ. ഒന്നും അടിക്കാതെ തന്നെ നിനക്ക് ക്രൈം ചെയ്യാനുള്ള നല്ല ആക്ടിവിറ്റീസ് ഉണ്ടല്ലോടാ. എന്താണ് പേര്? എവിടെ സ്ഥലം? ഓ, നീ യാത്രക്കാരനാണോ? അടിക്കാടാണ് നിനക്ക് നല്ല ക്രിമിനൽ മൈൻഡ് ഉണ്ടല്ലേ. നീ ആളും എടുക്കണാട്ടാ. പേടിക്കണ്ട, പറഞ്ഞോ. ഇത് എവിടുന്ന് കിട്ടുന്നത്? കേരിയറാണോ? ലിറ്റ് നിന്റെ ആരായിട്ട് ഇവിടോ? അച്ഛന് സുഖമില്ലാണ്ടായപ്പോൾ ഞാൻ കൊണ്ട് നിർത്തിയ ഹോം നേഴ്സാണ് സാറേ. കൊണ്ടുവരുമ്പോൾ അവളോട് നിന്റെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചില്ലേ? മനസ്സിലായില്ലേ? മൂത്തിക്ക് നോക്കടാ. മനസ്സിലായില്ല സാറേ. മനസ്സിലാക്കി തരാ. അപ്പച്ച പോവാ, അപ്പച്ച പോവാ, പോവാ അപ്പച്ച. മെമ്പറായി വണ്ടി നമ്പർ അറിയോ? KL 46 A 16 23. അവരൊരു വണ്ടിയിൽ 3 പേരുണ്ടായിരുന്നു സാറേ. അതെ, നിങ്ങളുടെ നല്ലതിന് വേണ്ടി പറയാം. പഴയക്കേട് പോണ സകല വയ്യാവലിയും പിടിച്ചു വിളിച്ച സ്റ്റേഷന് മുന്നിൽ വന്നിരിക്കണ്ട. ഇപ്പോഴത്തെ പിള്ളേരാ, എപ്പോഴും ഞങ്ങൾക്കൊന്നും കാവലിക്കാൻ പറ്റില്ല. മനസ്സിലായ? ആ നമ്പറും പരാതി എഴുതി കൊടുത്ത് പൊക്കോ. ഞാൻ വേണ്ട മാതിരി ചെയ്യാം കേട്ടാ. അതേ, അവനാ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ശരി സാറേ. എനിക്കടാ സാറേ, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല സാറേ. എനിക്കടാ നീ അവരെന്നെ അച്ഛനെ പറഞ്ഞു പറ്റിച്ചാണ് സാറേ. പറഞ്ഞ മനസ്സിലാവില്ലല്ലേ എനിക്ക്? ഞാൻ തെറ്റൊന്നും ചെയ്തില്ല സാറേ. ഒന്ന് മനസ്സിലാക്കി സാറേ. എനിക്കാരും വിളിക്കാല്ലേ? എനിക്കാരും വിളിക്കാല്ലേ? രണ്ടാൾ ജാമ്യക്കാർ വേണ്ട. ഞാൻ കുടിച്ചിട്ടുണ്ട്, പക്ഷെ വണ്ടി ഓടിച്ചിട്ടില്ല. എന്റെ കൂട്ടുകാരന്റെ വണ്ടിയാ. ഞാനത് ചാരിന്നാരാണ്. ഞാനും വണ്ടിയും സ്റ്റേഷനില്. നാവാറില്ല, ഇത് പോലീസ് സ്റ്റേഷനാ, ചന്തയല്ല. മനസ്സിലായ? അടുത്ത് അന്നാണ്ടല്ല. എന്തുട്ടാ കേസ്? ഓക്സോ പോയി ചത്തുറ. അതല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല എൻ്റെ ചേട്ടാ. ഞാൻ ബസ്സിലാണ് കേട്ടാ. വരണ വഴിക്ക് 4 സ്കൂളാ. ഈ പിള്ളേരെ മുഴുവൻ കയറ്റി കഴിഞ്ഞാൽ ചാല പൊട്ടും. 10 കുട്ടികളെ വെച്ച് കയറ്റിയാൽ മതി എന്നാണ് ഇവർ പറഞ്ഞുള്ളത്.
15 പിള്ളേരെ വെച്ച് ഞങ്ങൾ കയറ്റുണ്ട്. ഇതിപ്പോ അതിലും കൂടുതൽ ആൾക്കാർ കയറിയപ്പോ ഞങ്ങൾ പിടിച്ചു മാറ്റിയാണ് പ്രശ്നം. അതൊരു പെൺകുട്ടീനായി പോയി. ഇത്രയുള്ള കേസ്. ഡേയ്, നിന്നെ ഞാൻ- സാറേ ഇയാളെന്നെ ഒന്നും പറയണ്ട, ഇറങ്ങിപ്പോടാ. ഹരി മോനെ, അകത്ത് കിടക്കും. സ്വന്തം തന്ത വരെ നിനക്കെതിരാ. വൃത്തിയായിട്ട് ഞങ്ങൾ എഴുതും, അല്ല സാറേ? ഇടുവാ, പറഞ്ഞുതരാം. ഒന്ന് മാറിന്നോ. പോകുമ്പോ പുറത്തെ ചായക്കടന്ന് ഒരു ചായ കുടിച്ചു. 5 റുപ്യ അവിടെ കൊടുത്താ മതി, മനസ്സിലായ? ലഹരിക്കും അമിത വേഗത്തിനും വീണ്ടും ഒരു രക്തസാക്ഷി. അമല ചിറ്റിലപ്പള്ളി റോഡിൽ 3 പേരെ വെച്ച് വന്ന ഇരുചക്ര വാഹനം ഇടിച്ചു തെറിപ്പിച്ച 6 വയസ്സുകാരൻ അഭിമന്യുവിന് ദാരുണാന്ത്യം. KL 46A 1623 എന്ന വാഹനമാണ് കുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചത്. വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന അജ്മൽ, ഷിനോജ്, നന്ദലാൽ എന്നിവരുടെ കയ്യിൽ നിന്നും 2 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. KL 46A 1623. സാറേ, പുരുഷ പീഡനത്തിന് കേസെടുക്കാൻ നിയമസാധ്യത ഉണ്ടോ? അതില്ല. പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ട് കള്ളക്കേസ് കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വരുത്തിയിട്ട് എന്നെ മർദ്ദിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതിനെതിരെന്താ ചെയ്യാൻ പറ്റുക? അതിന് 3 വഴികളുണ്ട്. ഒന്ന്, യുവർ റൈറ്റ് ഹാസ് ബീൻ കർട്ടൈൽഡ് ബൈ ദ കൺസേൺഡ് പോലീസ് പീപ്പിൾ. അപ്പൊ നിങ്ങൾക്ക് മനുഷ്യാവകാശ കമ്മീഷനിലെ മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടു, ബ്ലാറ്റന്റ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് എന്നുള്ള പേരിൽ നിങ്ങൾക്ക് യു ക്യാൻ അപ്രോച്ച് ദ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഫ്രം വേർ യു ആർ ഗെറ്റിംഗ് ദ ജസ്റ്റിസ്. ഒന്ന്, മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കാം. 2, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ കേസ് കൊടുക്കാം. സിവിൽ കോടതിയിൽ പോയിട്ട് നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് ലോ ഓഫ് കോമ്പൻസേഷൻ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം. whenever, wherever, however your right has been infringed by the police people involving you or implicating you at criminal proceedings, you can have the compensation case.